നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ ഇടിക്കുന്നുണ്ട്. അത് നിങ്ങൾ അതിനോട് പറഞ്ഞിട്ടല്ല. അതുപോലെ നിങ്ങൾ സ്വയം ശ്വസിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്ന പോലുമില്ല. നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ ദഹനം വയറ്റിൽ നടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കൺട്രോളിലല്ല. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നിയന്ത്രിക്കുന്ന ഒരു കൺട്രോളിംഗ് സിസ്റ്റം നമ്മുടെ ശരീരത്തിലുണ്ട്. അതിന്റെ പേരാണ് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിന്റെ തകരാറുകളുണ്ട്. അവർ അതിനെക്കുറിച്ച് അറിയുന്ന പോലുമില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം തകരാറുണ്ടോ എന്നറിയാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട്, നിങ്ങളിൽ ആരെങ്കിലും കുറെ നേരം കിടക്കുകയോ ഇരിക്കുകയോ ചെയ്തതിനു ശേഷം പെട്ടെന്ന് നിൽക്കുക വിചാരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് തലകറക്കം തോന്നുന്നുണ്ടോ? കണ്ണിൽ ഇരുട്ട് കയറുന്നുണ്ടോ? ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഓട്ടോമാറ്റിക് സിസ്റ്റം തകരാറ് വന്നിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, TV കാണുകയാണ്, സന്തോഷത്തിലിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുകയാണ് എങ്കിൽ അത് ചിലപ്പോൾ ഈ പ്രശ്നത്തിൻ്റെതാവാം. അതും അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഒരു 5-6 മണിക്കൂറായി, എന്നിട്ടും നിങ്ങളുടെ വയറ് ഗ്യാസ് വന്ന പോലെ, ദഹനം നടക്കാത്ത പോലെ വീർത്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വയറ്റിന്ന് പോകുന്ന പോലെ തോന്നുന്നുണ്ടോ? എങ്കിലും ഈ പ്രശ്നം ഉണ്ടാവാം. ഇനി മറ്റു ചിലർക്ക് പുറത്തൊക്കെ എത്ര ചൂടുണ്ടെങ്കിലും അതല്ലെങ്കിൽ എത്ര എക്സർസൈസ് ചെയ്താലും ശരീരം വിയർക്കാത്തൊരവസ്ഥ. ചിലർക്ക് നേരെ തിരിച്ചായിരിക്കും. ഒരു കാരണമില്ലാതെ വെറുതെ ശരീരം ഇങ്ങനെ വിയർത്തുകൊണ്ടിരിക്കും. എങ്കിലും ഈ പ്രശ്നം ഉണ്ടാവാം. ഇനി മറ്റു ചിലർക്ക് എക്സർസൈസ് ഒക്കെ ചെയ്താൽ സാധാരണഗതിയിൽ ഹൃദയമിടിപ്പ് കൂടേണ്ടതാണ്, അത് സംഭവിക്കില്ല. അതുപോലെ തന്നെ എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഊർജ്ജം തോന്നുന്നതിന് പകരം പെട്ടെന്ന് ഭയങ്കരമായിട്ട് ക്ഷീണിക്കുകയാണ്, തളരുകയാണ്, തലകറങ്ങാണ്. അതും ഈ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിന് പ്രശ്നമുണ്ടാവാം. ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിന്റെ തകരാറുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ചില സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ പ്രശ്നം വരുന്നത് തടയാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യുക, സ്ട്രെസ് ഒഴിവാക്കുക, ഡീപ്പ് ബ്രീത്ത് ടെക്നിക്കുകൾ ഉപയോഗിക്കുക, റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക.